സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫാസ്റ്റ് ആൻഡ് ഗെയിമിംഗ്. സോ എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ എംസിയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതുകൂടാണ്ട് ഞാനിവിടെ കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞ് വയ്ക്കാണ്ട് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസ് സെറ്റ് ചെയ്യാനായിരിക്കും പോകുന്നത്. അതിന് പക്ഷേ വേറെ കുഴപ്പമുണ്ട്, നമ്മുടെ കയ്യിൽ സാധനങ്ങളില്ല. സോ അത് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ പറയാനുള്ളത്, ഞാനിവിടെ ചെറിയ ടെൻറ്റ് അടിച്ചു, ഒരു 4 ചെസ്റ്റും വെച്ച്, പിന്നെ ഒരു ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണിച്ചറും വെച്ച് ഒരു ചെറിയ ടെൻറ്റ് അടിച്ചു. നമുക്ക് താൽക്കാലികമായിട്ടുള്ളതാണ്, അത് ബേസ് സെറ്റ് ചെയ്ത് ഞാനിത് മാറ്റിക്കോളും. സോ അതും കൂടാണ്ട് ഞാൻ ഇവിടെ ഒരു റൂണ്ട് ബോർഡിലില്ലേ, ആ റൂണ്ട് ബോർഡിൽ ഞാൻ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവിടെ നിന്ന് ഞാനിങ്ങനെ വരുന്ന വഴിക്കാണ് ഇത് ഞാൻ കണ്ടത്. സോ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ ഈ ചെസ്സിൻ്റെ അത് മറ്റേ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടായിരുന്നു. സോ അത് വെച്ച് ഞാനിത് ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ലാവയൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറ്റി അതിനൊക്കെ ഡെറിട്ടൊക്കെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നെതറിൽ കയറിയില്ല, അത് വേറെ കാര്യം, നെതറിൽ കയറിയില്ല. പക്ഷേ ഈ ചെസ്സിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ അതൊക്കെ എൻ്റെ ഈ ഒരു വലിയ ചെസ്സിൽ ഇരിപ്പുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതിനു മുമ്പായിട്ട് ഞാൻ വീട് പണിയാൻ പോകുന്നത് സ്പ്രൂസ് ലോഗ് വെച്ചായിരിക്കും. കാരണം എനിക്ക് ഈ ഒരു കോബൽ സ്റ്റോൺ ഓക്കിൻ്റെയും ഒന്നും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി നല്ലത് നമ്മുടെ സ്പ്രൂസ് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന വഴിക്ക് അപ്പുറത്തെ ഐലൻഡിൽ ഞാൻ കണ്ടൊരു ഇച്ചിരി സ്പ്രൂസ് ഞാൻ കണ്ടായിരുന്നു, അത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതാണ് എനിക്ക് കിട്ടിയ ഇതിൽ നിന്ന് മറ്റേ റൂണ്ട് ബോർഡിൽ ചെസ്റ്റിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലും ഈ ഒരു ഫയർ ചാർജും പിന്നെ മറ്റേ എൻ്റെ പൊക്കത്ത് വല്ലതും ഉണ്ടോ ഞാൻ വെച്ച ഇല്ല പിന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ ഒരു പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ എനിക്കിനി കുറച്ച് ആക്സ് ഉണ്ടാക്കണം, അതിനുശേഷം നമ്മുടെ സ്പ്രൂസ് ലോഗ് വെട്ടാൻ പോകണം. നമുക്ക് വേണ്ടത്ര ആക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നോക്കുകയും സ്പ്രൂസ് വെട്ടാം. അതിനു മുമ്പ് ഞാൻ ഈ ടോർച്ച് ഒന്ന് ഇവിടെ ചെസ്റ്റിലേക്ക് വെക്കട്ടെ. ഞാൻ ഇൻവെൻറ്ററി ഒന്ന് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് അത്ര നല്ലതാണ് ഗൈസ്. എനിക്ക് തോന്നുന്ന ഒരു 3 സ്റ്റാക്കോളം മതിയാവും നമ്മുടെ സ്പ്രൂസ് ലോഗ്. പിന്നെ ഞാൻ ഈ സ്പ്രൂസ് അങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയാം. ഞാൻ ഇങ്ങനെ ഒരു മരം വെട്ടാൻ എന്തോരം ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ അതിലാണ് ഞാൻ ഈ ഒരു സ്പ്രൂസ് ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു വലിയ ബയോമാണോ അല്ലെങ്കിൽ ഒരു ഇച്ചിരിക്കോളം ഉള്ളതെന്ന് എനിക്കറിയില്ല. മിക്കവാറും ഒരു വലിയൊരു കാട് പിടിച്ചൊരു ബയോം പോലെ ആയിരിക്കും ഗൈസ് അത്. കാരണം സ്പ്രൂസ് അങ്ങനെ സ്പോണാവറില്ലെന്നാണ് എൻ്റെ ഒരു ഇതിൽ. ചെറി ബ്ലോസം അങ്ങനത്തെ മരമൊക്കെയാണ് സ്പോണാവുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് ബോണില്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നല്ല ടൈം ചെയ്താനെ. ഈ ഷുഗർ കെയിൻ നമുക്ക് കുറച്ച് കളക്ട് ചെയ്തേക്കാം ഗൈസ്, കാരണം ആവശ്യം വരും, നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം. സോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ചോദിച്ചിരുന്നു ഷെയ്ഡർ ഇടണോ വേണമെന്ന്. പക്ഷേ ആ വീഡിയോക്ക് അത്ര റീച്ചും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ വീഡിയോക്കും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. സോ അപ്പോൾ മിക്കവരും അധികം കമൻ്റ് ഒന്നും വരാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ വാനിലെ തന്നെ കളിക്കുന്നത്. സോ നമുക്കിനി മരം വെട്ടാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് എത്താം നമ്മുടെ സ്പ്രൂസ് ലോഗ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു പ്രോസസ്സ് ബോറായതുകൊണ്ട് നിങ്ങൾ ഫുള്ള് മരം വെട്ടിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, മരമൊക്കെ ഫുള്ള് ഞാൻ വെട്ടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പകുതിയോളം മരങ്ങളും ഞാൻ വെട്ടിയെടുത്ത്. എൻ്റെ കയ്യിൽ 3 സ്റ്റാക്കോളം കിട്ടി. അതും കൂടാണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 പിക്കാക്സും പൊട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ ആകെ ഒരു പിക്കാക്സിൻ്റെ പകുതിയായി. പിന്നെ ഞാൻ കുറച്ച് 20 സാപ്ലിങ് എനിക്ക് കിട്ടി. അതുകൂടാണ്ട് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും കിട്ടി. ഇനി നമുക്ക് ഇതെല്ലാം ക്രാഫ്റ്റ് ചെയ്ത് പ്ലാങ്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ അപ്പുറത്തെ അതിലോട്ട് എത്തിക്കോട്ടെ ഞാൻ. സോ ഇവിടെ കുറേ പട്ടിക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അവരെ കാണാനില്ലല്ലോ. ഈ വഴി ഞാൻ ചാടാൻ നിൽക്കുന്നില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി മുമ്പേ ചാടിയപ്പോൾ ഞാൻ അതിനകത്ത് വീണു പോയതാ. അത് ഞാൻ ക്ലിപ്പ് ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ല ഞാൻ. സോ ഇവിടെ ഇതുവരെ ഞാൻ വെച്ച സാപ്ലിങ് ഇതുവരെ വളർന്നിട്ടില്ല, സ്വാഭാവികം. സോ ഇനി നമുക്ക് നമ്മുടെ ചെസ്സിലോട്ട് നിന്ന് അത് അടുക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസൊക്കെ നമുക്കൊന്ന് മാറ്റി ഒന്ന് ടെറാഫോം ചെയ്യണം ചെറുതായിട്ട്. ഈ ഗ്രാസൊക്കെ ഇത്തിരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഫുൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും ഞാൻ വെക്കാൻ വേണ്ടി. അതാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ സൈഡാകുമ്പോൾ നൈസായിരിക്കും കാണാൻ. അപ്പുറത്തോട്ട് ചെറിയ ഐലൻഡ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. ഇനി ബ്രെഡ് ഒന്നും ഇട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ ബ്രെഡ് മാറ്റി വേറെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കയ്യിലോട്ട് എടുത്തിട്ട് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനു മുമ്പായിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം ഒന്ന് പ്ലാങ്ക് ആയിക്കോട്ടെ. ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് റെക്കോർഡിങ് വേഗം തീർക്കണമായിരിക്കും നല്ലത്. കാരണം ഇല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ടൈം ബുദ്ധിമുട്ടാവും. റെക്കോർഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും ഞാൻ എന്തൊക്കെ പറയുന്നത്. സോ അത്യാവശ്യം പ്ലാങ്ക് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 4 സ്റ്റാക്കോളം പ്ലാങ്ക് ഇതിനകത്ത് ഇട്ടും. അത് തികഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും, ഇനി പോയി ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. സോ ഓക്കെ, നമുക്കതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കട്ടെ. അതിന് മുമ്പ് ഇത്രയും സാധനം ഞാൻ അടുക്കി വെക്കണം ഗൈസ്.
അപ്പോൾ ഇതെല്ലാം ഞാൻ നടുക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറിയ പ്ലാറ്റ്ഫോം നമുക്ക് പകുതി ഗ്രാസ് കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ആക്ച്വലായിട്ട്. സോ ഞാൻ ആദ്യം തന്നെ ഇതൊന്ന് ഈ ഷവൽ കയ്യിലോട്ട് എടുത്തിട്ട് നൈറ്റ് ആവറയോ എന്നാൽ പിന്നെ നൈറ്റായിട്ട് എന്നെ കിടന്നുറങ്ങിട്ടിയ. അതിന് മുമ്പായിട്ട് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഒരു ഔട്ട്ലൈൻ വരച്ചേക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ടെറാഫോം ചെയ്യാം. അതായിരിക്കും നല്ല. ഈ ഒരു മെസ്സേജൊക്കെ എടുത്ത് മാറ്റടേ. ആരുടെ മെസ്സേജ് ഇടുന്ന ഈ സമയത്ത്? ഓക്കെ, 1 2 3 4. ഓക്കെ, 4 സെറ്റ്. ഇവിടെ നിന്ന് ഇച്ചിരി കൂടി നമുക്കെടുത്ത് ഇങ്ങനെ വെക്കണം ഗൈസ്. ഇങ്ങനെ നമ്മൾ വെക്കണം. ഇനി സൗണ്ട് ചെറുതായിട്ട് ലോ ആയി പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, നൈറ്റ് അവറെ കിടക്കാം. ഇനി ഇല്ലെങ്കിൽ നമുക്ക് പണിയാണ് ഗൈസ്. ക്രീപ്പർ എല്ലാം എണ്ണം ഉണ്ട്, അവിടെ വന്ന് പൊട്ടിത്തെറിക്കും. സീനാണ്, നിങ്ങൾക്കറിയായിരിക്കും. സോ ഇതാണ് അവിടെ ഒരു ഔട്ട്ലൈൻ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇരുന്ന് നല്ലതായാൽ മതിയായിരുന്നു. ഓക്കെ, ഇപ്പോൾ സ്ലീപ്പായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സോസല്ല ഒന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ക്ലീൻ ചെയ്യാം ഗൈസ്. ഇവിടെ നിന്ന് എന്തോരം ക്ലീൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം ഗൈസ്. ഇവിടെ ഒരു പന്നിക്കൂട്ടനൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ അന്നമാണ് മൈൻക്രാഫ്റ്റിലത്തെ. പക്ഷേ എനിക്കെന്തോ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. എല്ലാം ബ്രെഡിൽ തന്നെ ഒതുക്കുക, ഇല്ലെങ്കിൽ ശരിയാവില്ല. നമുക്കിപ്പോൾ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് ആരും വിചാരിക്കരുത്, സോറി. ആൻഡ് ഇവിടെ എന്തോ ഡെർട്ട് മാറ്റിയതാണ് ഗൈസ്. പിന്നെ നമുക്കിനി ബാക്കി ടെറാഫോം ചെയ്യാം. സെൻറ്റിൽ കുറച്ച് വീറ്റ് ബാക്കിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ശരിക്കും ബ്രെഡ് തന്നെ നോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ ആടിനെയും പട്ടീനെയും പൂച്ചേനെയും കുരങ്ങനെയൊക്കെ പിടിച്ച് അല്ല ഒന്നുമില്ല ഇവരെയൊക്കെ പിടിച്ച് നമുക്ക് വെട്ടി തിന്നാന്നുള്ളൂ ഗൈസ്. ഞാനിവിടെ എനിക്ക് ഇവരെയൊന്നും ആവശ്യമുള്ള സമയത്ത് ഇവർ നല്ലപോലെ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഇവരെയൊന്നും കാണൂല കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എപ്പോഴെങ്കിലും ഷീപ്പ് മൈനിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ, ഷീപ്പ് ഗ്രൈൻഡിങ്ങിനൊക്കെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ. ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ലാഗൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മതി ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കി ബിൽഡ് ചെയ്യാം. സോ ഇനി നമ്മൾ ഇവിടെ നിന്ന് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10 ബ്ലോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് 10 ബ്ലോക്ക് ഇങ്ങനെ എടുത്ത് 1 2 3 4 5 6 10. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു ഷീപ്പ് മാറട്ടെ. ഇവിടെ ആയിരിക്കും കറക്റ്റ്. ഓക്കെ, 2 3 4. ഓക്കെ, 4. ഇവിടെ നിന്ന് ഇനി നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം ഗൈസ്. ഇല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ഇല്ലെങ്കിൽ ചെറുതായി കൺഫ്യൂസ്ഡ് ആയിപ്പോകും നമ്മൾ. സോ നമ്മളിതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങനെ അപ്പുറത്തെ സൈഡും കൂടി ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു ബിൽഡിങ് ഞാൻ നിങ്ങളെ ഒന്നുമില്ല കാണിച്ചേക്കാം. വെറുതെ കുറച്ചെങ്കിലും ഞാൻ ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. ആദ്യം 1 2 3 4 5 6 7 8 9 10 ഇവിടെ നിന്ന് 1 2 3 4. ഓക്കെ, ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഔട്ട്ലൈൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ പ്ലാങ്ക് വെച്ച് നിറച്ചാൽ മതി ഗൈസ്. സോ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാലും മാക്സിമം റെക്കോർഡിങ് ചെറുതാക്കാൻ വേണ്ടി നിങ്ങൾ ബിൽഡ് ചെയ്ത് മൊത്തം അത്യാവശ്യം ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ ബേസ് ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോൾ ഓഡിയോ ഒന്നും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോറി, ഇതാണ് ബേസ്. കണ്ടോ, നല്ല ടൈം എടുത്തിട്ടാണ് ഞാൻ വിളിച്ചത്. ഏതാണ്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ ചാർജിലൊക്കെ ഇടേണ്ടി വന്നു. അപ്പോൾ ഇൻറ്റീരിയർ വർക്ക്സായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അകത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഇൻറ്റീരിയർ ടൈൽസൊക്കെ ഒന്നും ചെയ്തിട്ടില്ലേ. സോ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ അത് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബേസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനോട് ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, ഒരു ലൈക്ക് കൂട്ടേക്ക്. ടാറ്റാ ബൈ.